ചിത്രാബായും കൂടെ നമുക്കിപ്പം ചേരുന്നുണ്ട്. മാം, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു പുതിയ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയെക്കുറിച്ച്, അങ്ങനെ വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്, പുതിയൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഓൺലൈനിൽ പോലെ അതിന്റെ ലക്ഷണങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അത് വായിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് നമുക്ക് തോന്നുക എനിക്കും ആ അസുഖമുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്കും ആ ലക്ഷണമുണ്ടല്ലോ എന്ന് ഏതെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് സ്വയം തോന്നും എന്നാൽ എനിക്കും ആ അസുഖമുണ്ട് എന്ന്. പക്ഷെ ഇവിടെ ഫഹദ് ഫാസിൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ ആ രോഗാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് 41ാമത്തെ വയസ്സിൽ തുറന്നു പറഞ്ഞ സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ശ്രദ്ധക്കുറവുണ്ട്, ഒരു കാര്യത്തിൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലർക്കുമുള്ളൊരു അവസ്ഥയല്ലേ അത്? അതായത് നമ്മള് ശ്രദ്ധക്കുറവ് നമുക്കുണ്ടല്ലോ, നമ്മളും കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ അതൊരു രോഗാവസ്ഥ ആകുന്നത് നമ്മുടെ ജീവിതത്തിന്, ദൈനംദിന ജീവിതത്തിനോ നമ്മുടെ വ്യക്തി ജീവിതത്തിനോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുമ്പോൾ മാത്രമാണ് അത് രോഗമാവുന്നത്. അപ്പൊ നമുക്കങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കണം. അപ്പൊ നമുക്ക് അസുഖമുണ്ടോ എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാൻ പറ്റും. 1-2 ലക്ഷണങ്ങൾ വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ADHD എന്ന അസുഖം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. മറിച്ച് നമ്മൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വിശദമായിട്ട് ചോദിക്കും. അതും രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വീട്ടിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം മാത്രമായിരിക്കാം, സ്കൂളിൽ മാത്രമായിരിക്കാം. അങ്ങനെയല്ല, ഒന്നിലധികം സ്ഥലത്ത് രോഗലക്ഷണങ്ങൾ കാണണം. അതായത് ശ്രദ്ധക്കുറവിന്റെയും ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും ലക്ഷണങ്ങൾ ഒന്നിലധികം സ്ഥലത്ത് കാണുകയും നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അസുഖം എന്ന് പറയുന്നത്. തീർച്ചയായും. നിതിൻ സാർ, ഇപ്പം ഒരു കുഞ്ഞ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം അവൻ മിടുക്കനായിരിക്കും, എല്ലാവരോടും സംസാരിക്കും, ഓടിക്കളിക്കുന്നു, ഗെയിമിൽ അവൻ മികച്ച ആളായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനൊരു രോഗാവസ്ഥയായിട്ട് ഒരു കുടുംബത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതൊരു കുഞ്ഞുങ്ങളുടെ ഒരു സാധാ ബിഹേവിയർ തരത്തിലേക്ക് മാത്രം ഒതുങ്ങി പോവാറുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? അത് ശരിക്കും ഒരു രോഗാവസ്ഥ തന്നെയാണോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിളിക്കണമോ അതിനെ? അത് അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടൊരു കുട്ടി ആക്ട് ചെയ്യുമ്പോൾ ഒരു സ്മാർട്ടായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും അതേസമയം അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് അവർക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം അതൊരു അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി പിന്നീട് സബ്സൈഡ് ചെയ്ത് കുറഞ്ഞു വരുമെങ്കിലും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് നിൽക്കുമ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് എഴുതുന്നതിനോ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിനോ പലപ്പോഴും ഒരു ഡിഫിക്കൽറ്റി നേരിടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അറിയുന്നില്ല. അപ്പം പാരൻസ് വിചാരിക്കുന്ന എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, ഇരിക്കുന്നില്ല, അടങ്ങിയിരിക്കുന്നില്ല എന്നൊക്കെയാണ്. അപ്പം ഈവൻ സ്മാർട്ടും ആയിരിക്കും അറ്റ് എ ടൈം അവരുടെ ഒരു ഇവാലുവേഷനിൽ. അപ്പോൾ അവിടെയാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതായി വരുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റിയെക്കാളും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രോബ്ലം ആയിട്ട് വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് തന്നെയാണ്. സാർ, ഏത് ഘട്ടത്തിലാണ് നമുക്കത് അല്ലെങ്കിൽ ഒരു പാരന്റ്സിന് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്വയം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും തനിക്ക് ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പോൾ ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, ഇപ്പോൾ വീട്ടിൽ വന്നാൽ ഇരുന്ന് പഠിക്കത്തില്ല, എപ്പോഴും എണീറ്റ് ചാടി നടക്കും, പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും ഈ പറഞ്ഞ സിംറ്റംസ് ആ കുട്ടിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുകയും എല്ലാ ഡൊമൈനിലും സോഷ്യൽ, ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ അക്കാഡമിക്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, ഇതിലെല്ലാ ഡൊമൈനിലും ഈ കുട്ടിയുടെ ബിഹേവിയറും റെസ്പോൺസും എല്ലാം തന്നെ അഫക്റ്റഡ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്കത് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ അതിനകത്ത് ക്രൈറ്റീരിയയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഒരു ഡൊമൈനിൽ മാത്രം അഫക്റ്റഡ് ആവുക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും ഇത് മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരിൽ ഈ സിംറ്റംസ് കാണുമ്പോൾ മാത്രമേ നമുക്ക് അവരിൽ ADHD ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും. അജിത്ര മാം, ഇപ്പോൾ ഫഹദ് ഫാസിൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് വെളിപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് 41ാമത്തെ വയസ്സിലാണ് താൻ ഇത് തിരിച്ചറിഞ്ഞത്. ഇതിനു മുൻപായിരുന്നെങ്കിൽ കുഞ്ഞുനാളിലെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് ചികിത്സിച്ച് മാറ്റാമെന്നാണ് തന്റെ ഡോക്ടർ നിർദ്ദേശിച്ചതെന്ന്. എന്തുകൊണ്ടായിരിക്കാം ഇത്ര പ്രായം, അല്ലെങ്കിൽ പൊതുവെ പറയുന്നത് കുഞ്ഞുങ്ങളിലാണ് ഈ ഒരു അവസ്ഥ കൂടുതൽ ഉള്ളത് എന്നാണ്, മുതിർന്നവരിൽ കുറവാണ് എന്ന് പറയുന്നു, പഠനങ്ങൾ പറയുന്നു, ഡോക്ടർമാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മുതിർന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ 41ാമത്തെ വയസ്സിൽ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചികിത്സ ഉണ്ടാവില്ലേ? അതെങ്ങനെ മാറ്റാൻ സാധിക്കും? അതെ, ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകും. പക്ഷെ പലപ്പോഴും കുട്ടിക്കാലത്ത് ഇതുപോലെ വീട്ടുകാര് കുഴപ്പമില്ല, സ്മാർട്ടാണ്, ഓടിച്ചാടി നടക്കും, വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. സ്കൂളിലും കണ്ടെത്തിയെന്ന് വരില്ല, നമ്മൾ വികൃതിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരില്ല. ചിലർക്കാണെങ്കിൽ
വലുതാകുമ്പോഴത്തേക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കുറയും. പക്ഷെ ഈ അറ്റൻഷൻ കുറവായിരിക്കുന്നത്, ശ്രദ്ധ കുറവ്, അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഈ ഹൈപ്പർ ആക്ടിവിറ്റി, വികൃതി, ഓടിച്ചാടി നടക്കുക, മറ്റുള്ളവരുമായിട്ട് ബുദ്ധിമുട്ടിക്കുക, ഇപ്പൊ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, ജോലി സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല, അത് കുറയുമ്പോൾ മറ്റുള്ളവർ ഇത് കണ്ടുപിടിക്കുന്നത് കുറവായിരിക്കും. പക്ഷെ ശ്രദ്ധക്കുറവ്, ഇത് കുറെ പേർക്കൊക്കെ ശ്രദ്ധക്കുറവ് ബാക്കിയുണ്ടാവും. അപ്പൊ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ വളരെയധികം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ടാസ്ക് നമുക്ക് ശ്രദ്ധ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ളതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത് ജോലിയിലും ബുദ്ധിമുട്ടുണ്ടാകാം, വ്യക്തി ജീവിതത്തിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ മറന്നു പോകുക, അങ്ങനെ കോൺവെർസേഷൻസ്, സംസാരിക്കുന്നത് കേട്ടിരിക്കാനുള്ള ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാകാം. പക്ഷെ ചെറുപ്പത്തിൽ ചികിത്സിച്ചില്ല എന്ന് വെച്ച് വലുതായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഒരു തരത്തിലും കുറയ്ക്കാൻ പറ്റില്ല എന്നില്ല. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സൈക്കോതെറാപ്പി മരുന്നും കൊണ്ട് വലുതായവരിലും അഡൾട്ട്സിലും നമുക്ക് ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയും കുറയ്ക്കാൻ സാധിക്കും. തീർച്ചയായും. നിതിൻ സാർ, ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധക്കുറവാണ് പ്രധാനമായും പറയുന്ന ഒരു ലക്ഷണം. അപ്പോൾ എന്റെ സംശയം ഇതാണ്, ഇത്രമാത്രം പ്രശ്നമുള്ളതാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഫഹദ് ഫാസിൽ എന്നൊരു നടൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയിച്ചൊരു നടനാണ്, അദ്ദേഹത്തിനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അദ്ദേഹമാണ് ഈ ഒരു വാക്ക് ഇപ്പോൾ മലയാളികൾക്ക് സംബന്ധിച്ച് സുപരിചിതമാക്കി കൊടുത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം ശ്രദ്ധ വേണ്ട ഒരു ഫീൽഡിൽ അദ്ദേഹത്തിന് ഇത്ര വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചത്, ഈ രോഗാവസ്ഥ ഉള്ളപ്പോൾ പോലും? അല്ല, ഒരാൾ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. എബിലിറ്റി ഉണ്ടാവാം, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, ലക്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സിംഗിൾ ഡയമെൻഷനിൽ കാണുന്നത് നമ്മളതിനെ ചുരുക്കി കാണുന്നതായിരിക്കും. അപ്പോൾ ഫഹദ് ഫാസിലിന് ഈ രീതിയിലേക്കുള്ള ഒരു ഹൈപ്പർ സക്സസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വരാൻ ഇതൊരു ഹിൻഡറൻസ് ആയിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഏതെങ്കിലും ഒരു കാരണമാണ് ഹൈപ്പർ സക്സസ്ഫുൾ ആവുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള എബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, ലക്ക്, അതുപോലെ റിസോഴ്സസ്, ഇതെല്ലാം തന്നെ ഒരാളെ ഹൈപ്പർ സക്സസ്ഫുൾ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ പുള്ളിക്കാരൻ അതെല്ലാം തന്നെ വളരെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞൊരു ADHD എന്ന് പറഞ്ഞൊരു പ്രോബ്ലം പുള്ളിക്കാരനെ അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് നമുക്ക് ചുറ്റും ഇപ്പോൾ നിലനിൽക്കുകയാണ്.